ഹലോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ നേരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീക്കാനൊക്കെ ഞായറാഴ്ചയല്ലേ ഒന്ന് കിടക്കാമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത് കേട്ടോ. ഞായറാഴ്ച നമ്മൾ എപ്പത്തിരി കുറച്ച് വൈകി എണീക്കാന്ന് പറയുന്നത് അന്ന് വേഗം ഉറക്കം തെളിയും കേട്ടോ. എനിക്ക് മാത്രം ഉള്ളതാണോ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്ന് വിളക്കൊക്കെ തെളിയിച്ചു. എന്നും പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തിയിട്ടൊന്ന് കൊളുത്താതിരിക്കുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറാട്ടോ. ഞാൻ വിളക്കൊക്കെ കൊളുത്തി വന്നു. പിന്നെ പാലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ഞാൻ ചായ വെക്കണം കേട്ടോ. നല്ലപോലെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അബി അച്ചൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവർ എൻ്റെ മുൻപേ അബി എണീക്കും കേട്ടോ. അവർ പിന്നെ ചായയും കാപ്പി പാലും ഒന്നും കുടിക്കില്ലേ. പിന്നെ എനിക്കും അമ്മയ്ക്കും മാത്രമേ വേണ്ടൂ കേട്ടോ ചായ. അപ്പോൾ ഞാൻ അമ്മ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ആയി വന്നിട്ടുണ്ട്. രാവിലെ മസ്റ്റായി ചായ കുടിച്ചാലേ എനിക്ക് നമുക്ക് അന്നത്തെ പണികൾ ഓടുള്ളൂ. അപ്പോൾ ഞാൻ ചായയൊക്കെ ഒന്ന് ഇങ്ങനെ സാവധാനത്തിലിരുന്ന് കുടിക്കുക കേട്ടോ. എനിക്ക് ഈ ചായ കുടിക്കുമ്പോഴൊക്കെ കുറച്ച് 2 മിനിറ്റ് ഇങ്ങനെ റിലാക്സായിരുന്നു കുടിക്കണം, എന്നാലേ കുടിച്ച പോലെ തോന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ദോശയ്ക്ക് വേണ്ട അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള ദോശയാണ് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ കടല വർഗ്ഗങ്ങളൊന്നും കഴിക്കാണ്ട് മുരിങ്ങയില കഴിക്കാത്തവർക്കൊക്കെ ഇത് ദോശ ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ കഴിക്കും. കുട്ടികൾക്കും ഹെൽത്തി ആവും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും. അതിൽ ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ദോശയാണ്. ഒരെണ്ണം കഴിച്ചാലേ മതി കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണേ. അപ്പോൾ 2-3 പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ അരച്ചത്. പിന്നെ ഇത് മുരിങ്ങയിലയാണ്, നമ്മൾ അതിൽ ചേർക്കാനുള്ളതാണേ, മാവിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൽ എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വെള്ളക്കടല, പിന്നെ ചെറുപയർ, വെന്തയം, ഉഴുന്ന്, പിന്നെ നമുക്ക് ഏത് നവധാന്യങ്ങളും വേണമെങ്കിലും അതിൽ ചേർത്താം കേട്ടോ. ഞാൻ കുറച്ച് മീൻസ് ഒരു 4-5 ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് അതിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുരിങ്ങയിലൊക്കെ ഞാൻ അതിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അബി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എന്ത് ദോശയാണെന്ന്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല കേട്ടോ. അവർ ചൂടുന്നതിന് മുമ്പേ വേണ്ടാന്ന് പറയും. അപ്പം ഞാൻ വേഗം മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അപ്പം തന്നെ അരച്ചിട്ട് ചൂടാട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്കതിന് തേങ്ങ ചട്നിയില്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ കോമ്പിനേഷൻ. കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോഴത്തേക്ക് അബി ഇന്നേക്ക് അവർ അമ്മമ്മയുടെ അവിടെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രാവിലെ കുളിച്ചൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണേ. അവർക്ക് സ്കൂൾ ലീവ് ഇട്ട് കഴിഞ്ഞാൽ വേഗം അമ്മമ്മയുടെ അവിടേക്ക് പോകണം കേട്ടോ. അവിടെ നിന്ന് അടുത്ത് തന്നെയാണേ. അപ്പോൾ അവൻ മുട്ടയൊക്കെ വേവിച്ച് കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവൻ മുട്ട വെന്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാനത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം അവനക്ക്. അവൻ കഴിച്ചോളും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചട്നിയൊക്കെ നല്ലപോലെ കടുക് വറുത്ത് എടുത്തിട്ടുണ്ട്. ചട്നി ഇങ്ങനെ ഒരുപാട് ചൂടാവാൻ പാടില്ല കേട്ടോ. ചൂടായി കഴിഞ്ഞ് ഇങ്ങനെ മെഴുക് പോലെയാവും, അത് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ഞാൻ ചെറിയ ചൂടിലിട്ടിട്ട് അതായത് കടുക് പൊട്ടിച്ച ശേഷം ഞാൻ മാറ്റി വയ്ക്കുക ചെയ്തത്. പിന്നെ നമുക്ക് ദോശ 1, 2, 3 എന്ന് പറഞ്ഞ് ചുട്ടെടുക്കാം കേട്ടോ. നല്ല കുറച്ചതിൻ്റെ മേലെ നമുക്ക് നെയ്യാണെങ്കിലും എണ്ണയാണെങ്കിലും ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. വെറുതെ കഴിക്കാം കേട്ടോ. ഈ ദോശയൊക്കെ നല്ല അടിപൊളി ഹെൽത്തി ദോശയാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഒന്ന് അധികം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.